ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥയിൽ ശാലിനി ആണെങ്കിൽ സത്യാമ്മയുടെ അവിടേക്ക് പോകണമെന്ന് കരുതി വിഷമിച്ച് നിൽക്കുന്ന സമയത്ത് തേജസ്വിനി മേഡം അവിടേക്ക് വരുന്നുണ്ട്. തേജസ്വിനിയോട് സഹായം ചോദിക്കുകയാണ് ശാലിനി. തേജസ്വിനി അപ്പോൾ ചോദിക്കുന്നുണ്ട്, നീയാണ് ഇവിടുത്തെ കളക്ടർ എന്ന് ഇതുവരെയും സത്യാമ്മയ്ക്ക് മനസ്സിലായില്ല എന്നൊക്കെ. ശാലിനി അപ്പോൾ മനസ്സിലായില്ല എന്നൊക്കെ പറയുന്നു. തേജസ്വിനി അപ്പോൾ സർപ്രൈസ് ആക്കി കൂടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ശാലിനി അപ്പോൾ പറയുന്നുണ്ട്, ഞാൻ ചെന്നാൽ അവിടെ പ്രശ്നമാകും, അപ്പോൾ ഞാൻ 6 വർഷം കഷ്ടപ്പെട്ടത് വെറുതെ ആകുമെന്നൊക്കെ പറയുന്നു. ശാലിനി പറഞ്ഞിട്ടാണ് തേജസ്വിനി ഫംഗ്ഷന് വേണ്ടി അവിടേക്ക് വരുന്നത്. ശാലിനിയും അവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. വിഷ്ണു അവിടേക്ക് ശാലിനി നോക്കുന്നുണ്ട്, പക്ഷെ കാണുന്നില്ല. വിഷ്ണു ഒരുപാട് സങ്കടപ്പെടുന്നുണ്ട്. തേജസ്വിനി എല്ലാവരും വന്ന് അഭിനന്ദിക്കുന്നുണ്ട്. ആ സമയത്ത് തേജസ്വിനി ആണെങ്കിൽ ശാലിനിയെ നോക്കിയിട്ട് വിചാരിക്കുകയാണ്, ഇതെല്ലാം നിനക്ക് അർഹതപ്പെട്ടതാണ്, പക്ഷെ എനിക്കാണല്ലോ കിട്ടുന്നതെന്നൊക്കെ ഓർക്കുന്നു. ശാലിനി കുറച്ച് കഴിയുമ്പോൾ അവിടെ നിന്നും എഴുന്നേറ്റ് പുറമോട്ട് പോകുന്നുണ്ട്. ഹോട്ടലിലെ ഫംഗ്ഷനൊക്കെ നടക്കുകയാണ്. ആദ്യം പപ്പി മോളുടെയും സത്യമോളുടെയും ഡാൻസ് ആണെന്നൊക്കെ പറയുന്നു. സത്യാമ്മ തേജസ്വിനിയോട് പറയുന്നുണ്ട്, അതെന്റെ കൊച്ചുമകളാണെന്നൊക്കെ. തേജസ്വിനി അപ്പോൾ ചോദിക്കുന്നുണ്ട്, സത്യഭാമയാണോ എന്ന്. സത്യഭാമ അപ്പോൾ പറയുന്നുണ്ട്, അതല്ല, അപ്പുറത്തെ കുട്ടി പപ്പിമോളാണ് എന്റെ കൊച്ചുമോൾ എന്നൊക്കെ പറയുന്നു. പപ്പിമോളുടെ കൂട്ടുകാരിയാണ് സത്യമോൾ. സത്യയുടെ മുത്തശ്ശിയുടെ പേരാണ് സത്യഭാമ എന്നുള്ളത്. ആ പേര് തന്നെയാണ് ഇട്ടേക്കുന്നതെന്നൊക്കെ പറയുന്നു. അങ്ങനത്തെ മരുമകൾ ഉള്ളതും ഭാഗ്യമാണെന്നൊക്കെ പറയുന്നു. ഇന്നത്തെ കാലത്ത് ആരാണ് അങ്ങനെയൊക്കെ പേരിടുക എന്നൊക്കെ പറയാണ്. ആ കുട്ടിയുടെ അച്ഛനും മുത്തശ്ശിയും ഒക്കെ വിദേശത്താണെന്നാണ് പറഞ്ഞതെന്നൊക്കെ പറയുന്നു. കളക്ടർ അപ്പോൾ പറയുന്നുണ്ട്, അവര് തമ്മിൽ യോജിപ്പില്ലാതെയാണ് പോകുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഭർത്താവും ഭാര്യയും തമ്മിൽ എന്തോ പ്രശ്നമുള്ളതുപോലെ തോന്നുന്നു. അവരെ നമുക്ക് യോജിപ്പിക്കണ്ടേ എന്നൊക്കെ പറയുന്നു. സത്യാമ്മ അപ്പോൾ പറയുന്നുണ്ട്, അതിന് നമ്മൾ എന്താ ചെയ്യാൻ പറ്റുക എന്നൊക്കെ. തേജസ്വിനി അപ്പോൾ പറയുന്നുണ്ട്, സത്യയുടെ അമ്മ ഇവിടെ എവിടെയെങ്കിലും കാണുമായിരിക്കും, ഞാനൊന്ന് നോക്കട്ടെ, ഞാൻ അവരെ നേരത്തെ കണ്ടിട്ടുണ്ടെന്നൊക്കെ പറയുന്നു. തേജസ്വിനി ശാലിനി ഇരുന്ന സീറ്റിലേക്ക് നോക്കുമ്പോഴേക്കും ശാലിനി അവിടെ കാണുന്നില്ല. അതേ സമയത്ത് സ്റ്റേജിലാണെങ്കിൽ കുട്ടികളുടെ ഡാൻസ് തുടങ്ങുകയാണ്. 2 കുട്ടികളും അതിമനോഹരമായിട്ട് ഡാൻസ് കളിക്കുന്നു. കുട്ടികളുടെ ഡാൻസ് കണ്ടിട്ട് എല്ലാവരും കൈയടിക്കുകയാണ്. ശാലിനിക്കും വിഷ്ണുവിനും എല്ലാവർക്കും സന്തോഷമാകുന്നു. ഭയങ്കര ആണെങ്കിൽ 2 കുട്ടികളോടും പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളെ കുറിച്ച് സംസാരിക്കാനെന്ന്. ആദ്യം സംസാരിക്കുന്നത് പപ്പിമോളാണ്. പപ്പിമോൾ വീട്ടിലുള്ള എല്ലാവരെ കുറിച്ചും പറയുകയാണ്. അച്ചാച്ചനെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്, സത്യാമ്മയെ ഒരുപാട് ഇഷ്ടമാണ്, എല്ലാവരെയും ഓരോരുത്തരെയുമായിട്ട് വർണ്ണിക്കുന്നുണ്ട്. അവസാനം പറയുന്നുണ്ട്, എല്ലാവരെയും എനിക്ക് ഇഷ്ടമാണെങ്കിലും ഏറ്റവും കൂടുതൽ ഇഷ്ടം വിഷ്ണു അച്ഛനെയാണെന്ന് പറയുന്നു. വിഷ്ണു അച്ഛൻ എന്റെ വല്യച്ഛനാണ്, എന്റെ സൂപ്പർ ഹീറോയാണെന്നൊക്കെ പറയുന്നു. പപ്പിമോൾ പറയുന്നത് കേൾക്കുമ്പോൾ ശാലിനിക്ക് ഒരുപാട് സങ്കടമാകുന്നു, കണ്ണ് നിറയുന്നുണ്ട്. പപ്പിമോൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വിഷ്ണുവിനെ തമ്പ് കാണിക്കുകയും കിസ് കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. വിഷ്ണുവും തിരിച്ചാണെങ്കിൽ മോളെ അതുപോലെ കാണിക്കുന്നുണ്ട്. അതിനുശേഷം സത്യമോളാണ് പ്രസംഗിക്കുന്നത്. സത്യമോൾ പറയുന്നുണ്ട്, എനിക്ക് അച്ചാച്ചനും അമ്മാമ്മയും ഒക്കെ ഉണ്ടെങ്കിലും എൻ്റെ അമ്മയാണ് എല്ലാ കാര്യങ്ങളും എനിക്ക് ചെയ്തു തരുന്നത്. എന്നെ സ്കൂളിൽ കൊണ്ടുപോകുന്നതും കൊണ്ടുവിടുന്നതും എൻ്റെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് അമ്മയാണെന്ന് പറയുന്നു. എൻ്റെ അമ്മ വലിയ ജോലിക്കാരിയാണ്, പക്ഷെ എല്ലാ കാര്യങ്ങളും എനിക്ക് വേണ്ടി ചെയ്യും. അമ്മ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്, പക്ഷെ എനിക്ക് അമ്മയെക്കാട്ടിൽ ഒരുപാട് ഇഷ്ടം എൻ്റെ അച്ഛനെയാണെന്ന് പറയുന്നു. എൻ്റെ അച്ഛനെ ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല, പക്ഷെ അച്ഛൻ എൻ്റെ സ്വപ്നത്തിൽ വരും. അച്ഛൻ എനിക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നതാണ് എനിക്കിഷ്ടമെന്നൊക്കെ പറയുന്നു. എനിക്ക് എൻ്റെ അമ്മയും ഒരുപാട് ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞിട്ട് പ്രസംഗം നിർത്തുന്നുണ്ട്. അതുകൂടെ കേൾക്കുമ്പോൾ ശാലിനി ആണെങ്കിൽ പൊട്ടിക്കരയുന്നുണ്ട്. എല്ലാവരും കൈകൊട്ടുന്നുണ്ട്. കുട്ടികൾ 2 പേരും പ്രസംഗിച്ചതൊക്കെ കേട്ടിട്ട് ശ്യാമയ്ക്കും സങ്കടമാകുന്നു. ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു. പുതിയൊരു കഥയുമായി വീണ്ടും കാണാം. താങ്ക്